അതിലും നല്ലത് ഭരണം ഒഴിഞ്ഞു പോവുക എന്നതാണ് ഏത് ഒരു ആത്മാഭിമാനമുള്ള ഗവൺമെന്റും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും നടത്തിക്കൂടാ എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്ക് ഉണ്ടായിരുന്നതും ഉള്ളതും ഉണ്ടാകാൻ പോകുന്നു. മമതയും സ്റ്റാലിനും പോലും അവരുടെ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. അവർ പോലും കാണിച്ച ധീരത ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിലെന്തോ വലിയ അപാകതയുണ്ട്. ഈ ഫണ്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പൊതുവെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൽ അവർ നടത്താൻ പോകുന്ന മാറ്റങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അനുകൂലമായി നിൽക്കുകയും അതിനനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും എന്ന് തന്നെയാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും ആ തരത്തിലുള്ള കീഴടങ്ങൽ നടത്താതിരിക്കുക അതെന്ത് ഗവൺമെന്റാണ് ഇപ്പോൾ സംസാരിച്ച വിഷയം ഈ മന്ത്രിക്ക് അറിയില്ല. രാവിലെ കൂടിയ നിങ്ങളുടെ യോഗത്തിലും മന്ത്രിമാരെ നടക്കമ്പനുണ്ടായിരുന്നു. അവർക്ക് ആർക്കും അറിയില്ല. അവർക്കെല്ലാം ഒന്നറിയാം. ഏറ്റവും ഒടുവിൽ കൂടിയ ക്യാബിനറ്റ് യോഗത്തിലും CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിൻ്റെ സത്യം ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണത്. എന്താ സത്യം, എന്താണ്, എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? എന്താ അതിന്റെ കുറ്റത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളെ, ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കുറ്റത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF, അതായിക്കൂടാ. LDFിന്റെ രാഷ്ട്രീയം എന്താ? അത് ആശയപരമാണ്. അതിൻ്റെ കാതൽ RSSും BJP പ്രതിനിധീകരിക്കുന്ന വർഗീയ കാന്തനെ ചെറുക്കലാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നും ചോദിക്കുകയാണ് വി ശിവൻകുട്ടി. ഈ NEP എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞ് NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല.